David Offer, Dio Savage, Giorgio Armani, Versace, Blue D Channel, Calvin Klein, Paco Rabanne, Rojadi, Channel Coromandel, Channel Coco, ജോൺ മസ്കിൻ്റെ എല്ലാ ഐറ്റം ഇങ്ങനെ ഒരു ഒരു നൂറ്റാണ്ടിൽ നമുക്ക് എവിടെയൊക്കെ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള സ്പ്രേകൾ പോലും വാങ്ങാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് ഈ വിലയൊക്കെ വാങ്ങാതെ തന്നെ ഏറ്റവും ചീപ്പായിട്ട് ഇതേ ഫ്ലേവർ അല്ലെങ്കിൽ ഇതേ ഒരു സ്പ്രേയുടെ അതേ മണം വരുന്ന അത്തർ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇടുക്കിക്കാരി അച്ചായത്തീസിൻ്റെ പുതിയൊരു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ യാത്ര നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഏത് സ്പ്രേ വേണമെങ്കിലും, നിങ്ങൾ പലരും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ എല്ലായിടത്തും കണ്ടു കാണും ഇതുപോലെ പല വെറൈറ്റി ഉള്ള സ്പ്രേകൾ, ആ വെറൈറ്റി സ്പ്രേയുടെ അതേ മണത്തിൽ കിട്ടുന്ന അത്തറുകൾ കിട്ടുന്ന കട. എന്നാൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന അതുപോലത്തെ ഒരു കടയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചെന്നൈയിലുള്ള ഒരു കടയാണ്. നമ്മളിവിടുന്ന് ഒരുപാട് തവണ വാങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ ചെന്ന് ഏത് ഫ്ലേവർ പറഞ്ഞാലും അവർ നമുക്ക് ആ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു അത്തർ എടുത്തു തരുന്നതായിരിക്കും. അത് നമ്മൾ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നമ്മുടെ പകുതി ഒരു സ്മെല്ലിൻ്റെ എന്താ പറയുക, ഒരു റൂമിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നമുക്ക് കട കണ്ടിട്ട് ചെറിയ കടയാണെന്ന് വിചാരിക്കരുത്. ഏകദേശം 300-നോളം മേളിൽ ഉള്ള ഒരു ബ്രാൻഡാണ് ഇവിടെ ഉള്ളത്. ഓരോന്നിനും അവരൊരു പേരിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ യഥാർത്ഥ ഷോപ്പിൽ യഥാർത്ഥ കിട്ടുന്ന അവർ സ്പ്രേ പറഞ്ഞു തരികയാണെങ്കിൽ അവരപ്പം തന്നെ അതിൻ്റെ സ്മെല്ലിന് ഈക്വലായിട്ടുള്ള ഒരു സ്മെല്ലെടുത്ത് നമുക്ക് മണപ്പിച്ച് തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കടയിൽ നമുക്ക് വാങ്ങാവുന്നത്. നമ്മൾ അവർ പറയുന്നത് ബ്ലൈൻഡായിട്ട് വാങ്ങേണ്ട, നമുക്ക് എല്ലാം അവർ സ്മെല്ല് ചെയ്യാൻ തരും. കുറച്ചൊക്കെ സ്മെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്മെല്ല് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് വന്നിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കാരണം ഒരുപാട് ആൾക്കാർ, ചെറിയ കടയാണ്, ഭയങ്കര തിരക്കാണ്. നമുക്ക് ഒരിക്കൽ പോലെ അവിടെ പോയിട്ട് ആളില്ലാത്ത ഒരു ഇത് കാണാനില്ലേ. ഇതുപോലെ നമുക്ക് സ്മെല്ല് ചെയ്യാൻ തരും. നമ്മളിങ്ങനെ നന്നായിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമുക്ക് അവർ 3 മില്ലിയുടെ അല്ലെങ്കിൽ 6 മില്ലിയുടെ 9 മില്ലിയുടെയൊക്കെ ചെറിയ ബോട്ടിലാക്കി തരും. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള ചെറിയ ബോട്ടിലായിട്ടാണ് അവർ നമുക്ക് തരുന്നത്. അത് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് വലിയ ബോട്ടിലാകുമ്പോൾ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. പോക്കറ്റിലൊക്കെ കൊണ്ടു നടക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഗേൾസിനായാലും പേഴ്സിലൊക്കെ കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള എളുപ്പത്തിലുള്ള ഒരു ബോട്ടിലാക്കിയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് അത് ബോഡിയിൽ അപ്ലൈ ചെയ്യാം, നമുക്ക് ഡ്രസ്സിലും അപ്ലൈ ചെയ്യാം, വാഷബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏത് വെറൈറ്റിയിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റായിട്ട് ഇവിടെ നിന്ന് മേടിക്കുന്നത് ചോക്ലേറ്റ് ആട്ടോ. നിങ്ങൾ ചോക്ലേറ്റിൻ്റെ സ്മെല്ലുള്ള അത്തർ ഉപയോഗിച്ചിട്ടുണ്ടോയെന്നറിയില്ല. പക്ഷേ ഞാൻ ഈ കടയിൽ നിന്നാണ് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള അത്തർ വാങ്ങിയത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ പറയുകയാണെങ്കിൽ അവർ മിക്സ് ചെയ്ത് തരും, അവിടെ ഒരു ഓണായിട്ട് മിക്സ് ചെയ്ത് തരും. അങ്ങനെ നമുക്ക് ഏത് ഫ്ലേവറിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വെറൈറ്റിയിൽ അവർ മാറ്റി തരുന്നതാണ്. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത്, ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്തുള്ള സ്പ്രേകൾ വാങ്ങുന്നവരുണ്ട്, 1000 കൊടുത്ത് സ്പ്രേകൾ വാങ്ങുന്നവരുണ്ട്, 10,000 കൊടുത്ത് സ്പ്രേകൾ വാങ്ങുന്നവരുണ്ട്, തുച്ഛമായിട്ടുള്ള കാശിൽ സ്പ്രേകൾ വാങ്ങുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു അത്തർ ഷോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു അത്തർ ഷോപ്പിൽ നിന്ന് ഒരു അത്തർ വാങ്ങി ഉപയോഗിച്ച് നോക്കും. നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും. അത് ഏകദേശം നോർമൽ സ്പ്രേ ഒക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പുറത്ത് വേണമെങ്കിൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെയാണ് കിട്ടുന്നത്. ഇതൊരു 6 മണിക്കൂർ ടു 8 മണിക്കൂർ വരെ ഇതിൻ്റെ സ്പ്രേയുടെ അല്ലെങ്കിൽ ഒരു അത്തറിൻ്റെ സ്മെല്ല് നമുക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓഫീസ് വർക്കുള്ളവർക്കായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ വരുമ്പോൾ പോലും ആ ഒരു സ്മെല്ലൊക്കെ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പുറത്ത് പോകുന്നവർക്കാണെങ്കിൽ ഇത് ക്യാരി ചെയ്യാം. ഒരു 3-6 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. നമുക്ക് എന്താ പറയുക, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ വെറൈറ്റി ഇവിടെ ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ, അല്ലെങ്കിൽ ഒരിക്കൽ പോലെ അവർ ഇത്ര വെറൈറ്റി ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും ഉപയോഗിച്ച് നോക്കാൻ പറ്റില്ല, ഒന്നും പറയില്ല. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കേട്ടോ, നമുക്കിങ്ങനെ ക്യൂ നിൽക്കുകയാണ്, നമുക്ക് പുറകിൽ നിന്ന് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയ സ്ഥലമായതുകൊണ്ട് നമ്മൾ ഒതുങ്ങിയാണ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ മേടിക്കാൻ പോകുന്ന ചോക്ലേറ്റ് മേടിക്കുന്നുണ്ട്. നമുക്ക് ചോക്ലേറ്റ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ ഡേവിഡ് ഓഫിൻ്റെ സ്മെല്ല് നമ്മൾ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതാണ്. കൂടാതെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടോ. സ്ട്രോബെറിയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അരോമാറ്റിക് ആയിട്ടുള്ള സ്മെല്ലായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു സമൂഹത്തിനുള്ളിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു സ്മെല്ലിലുള്ള പല അത്തറുകളും ഇവിടെ ഉണ്ട്. നമുക്ക് ഫ്രൂട്ടുകളുടെ ടേസ്റ്റിലോ അല്ലെങ്കിൽ ഫ്രൂട്ടുകളുടെ സ്മെല്ലിലുള്ള പല അത്തറുകളും നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഏത് ഫ്ലേവർ അല്ലെങ്കിൽ ഏതാണ് സ്മെല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്ത് നമുക്ക് നോർമലായിട്ടുള്ള സ്പ്രേ വാങ്ങേണ്ടവരാരെങ്കിലും ഇവിടെ കിട്ടുന്നതായിരിക്കും. ഈ അറബിക് ഊതുകളൊക്കെ തന്നെ ഇവിടെ കിട്ടുന്നതാണ്. നമുക്ക് ഇവർ പുറത്തുനിന്നുള്ള ഇമ്പോർട്ടഡ് സാധനങ്ങളും ഉണ്ട്, അതൊക്കെ ഈ സൈഡിലാണ്. നമുക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നോർമലായിട്ട് അവരായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ആ ഒരു സൈഡിലായിട്ടുള്ളത്. അവർ അപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ആ ബോട്ടിലുണ്ടാവും, ഓരോന്നിനും
വ്യത്യസ്തമായിട്ടുള്ള പേരുകളായിരിക്കും. KGF, ഫോൺ പേ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ഇവർ ഈ അത്തറുകളൊക്കെ ഇറക്കുന്നത്. അത് തന്നെ ഒരു അട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ്. പല ഓഫറുകളുണ്ട്, സർപ്രൈസ് എന്നുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു നോർമലായിട്ട് ഒരു സ്പ്രേ കടയിൽ ചെന്ന് നമുക്കൊരു 2-3 പ്രാവശ്യം സ്പ്രേ അടിച്ച് നോക്കിയാൽ തന്നെ അവർ പറയും ഇത് അടിച്ച് നോക്കാൻ പാടില്ല, ടെസ്റ്റുള്ള സാധനങ്ങളൊന്നും അടിച്ച് നോക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്കിത് സ്മെല്ല് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഉറപ്പ് തരാം, സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ നിന്ന് സാധനം മേടിച്ചിരിക്കും. കാരണം അത്ര ചീപ്പായിട്ട്, അത്ര ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള, അല്ലെങ്കിൽ എത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു 3-4 തവണ വാങ്ങിയിട്ടുണ്ട്. കാരണം ഒരു മാസം ഒരു 300 രൂപയുടെ ഒരു ബോട്ടിൽ സ്പ്രേ വാങ്ങുകയാണെങ്കിൽ, നന്നായിട്ട് വേർപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ അടിച്ചാൽ പോലും, ഓരോ ദിവസം ഒരു പ്രാവശ്യം അടിച്ചാൽ പോലും ഒരു മാസത്തിൽ അത് തീർന്നു പോകും. അപ്പോൾ നമുക്ക് 300 രൂപ 400 രൂപ തീർച്ചയായിട്ടും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള പരിപാടിയായിരിക്കും. പക്ഷേ ഇതുപോലുള്ളൊരു 30 രൂപ അല്ലെങ്കിൽ 60 രൂപയുടെയൊക്കെ നല്ലത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാലും 60 രൂപ 90 രൂപയുടെ കാര്യത്തിൽ നമ്മൾ നോർമലായിട്ടുള്ള പോക്കറ്റ് സ്പ്രേകൾ അടിക്കുന്നവർ പോലും അടിച്ചാൽ അറിയാം, ഒരു നന്നായിട്ടുള്ള ഒരു നല്ലൊരു 2-3 പ്രാവശ്യം സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് വോളിയം അതിൽ തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളത് അടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും അത്തറുകളാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള അത്തർ ഷോപ്പുകൾ, അല്ലെങ്കിൽ ഈ ഒരു അത്തർ ഷോപ്പിൽ ചെന്നൈയിലുള്ളവരൊക്കെയാണ് തീർച്ചയായിട്ടും ഈ അത്തർ ഷോപ്പ് അരുമ്പാക്കം MMDS ഷോപ്പിലാണ്. അവിടെ വന്നിട്ട് നിങ്ങൾ എലൈറ്റ് അത്തർ ഷോപ്പ് എന്ന് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ ഈസി ആയിട്ട് അതിന് മുമ്പിൽ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയറാണ്. നമ്മളിവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഏത് സമയം, രാവിലെ ഒരു 10 മണി തൊട്ട് രാത്രി 9 മണി വരെ ഈ ഷോപ്പ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നല്ല വെറൈറ്റിയുള്ള സ്പ്രേകളൊക്കെ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഗേൾസിനാണെങ്കിൽ പോലും അത് പാർട്ടി, നമുക്ക് ഏതാണ് പർപ്പസ് എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ അവിടെ പറയേണ്ടത്. അല്ലെങ്കിൽ അതിനനുസരിച്ചാണ്. ഇപ്പോൾ ഓഫീസിൽ സ്ഥിരമായിട്ട് പോകുന്നവർക്കാണ്, അല്ലെങ്കിൽ വെളിയിൽ മാത്രം ഒരു ഔട്ടിങ്ങിന് പോകുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ടി ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് പോകുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഏതാണോ ആ ഒരു സിറ്റുവേഷനും അതിൻ്റെ എക്സ്പെക്റ്റേഷനും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരതിനനുസരിച്ചുള്ള ഒരു സ്പ്രേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. സ്പ്രേ ഏതാണ്, എനിക്ക് വലിയ സ്പ്രേ ഒന്നും അറിയില്ല അങ്ങനെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്പ്രേയുടെ പേര് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ അവരതിനനുസരിച്ചുള്ള ഒരു സ്പ്രേ, ഒരു അത്തർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഇപ്പോൾ ജോവാൻ മസ്കിൻ്റെ ഒരു ഐറ്റം അവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചെക്കൻ നമുക്ക് അത് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ അടുത്തുള്ള ഒരു സ്പ്രേ, അതായത് ജോവാൻ മസ്കിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇതില്ലെങ്കിലും അവൻ വൈറ്റ് മസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം എടുത്തു തന്നു. വൈറ്റ് മസ്കിൻ്റെ ഒരു സ്മെല്ല് നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 3 ml മേടിക്കാൻ പോണത്. ഇപ്പോൾ ഈ മണത്ത് നോക്കുന്നുണ്ടോ, എനിക്ക് മണത്തിട്ടപ്പോൾ ഏതാണ് ഇതിൻ്റെ സ്മെല്ല് എന്നുള്ളൊരു കാര്യത്തിൽ മനസ്സിലാവണ്ടായി. അപ്പോൾ ഞാൻ കുറച്ച് കൈയുടെ ഓരോ ഭാഗങ്ങളായിട്ട് മണപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് മേടിച്ചപ്പോൾ ഏകദേശം ഒരു 5-6 മേടിച്ച് കഴിഞ്ഞു ഓൾറെഡി തന്നെ. വൈറ്റ് മസ്കാണ് നമ്മൾ അവസാനം എടുത്തത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഇടുക്കിക്കാരത്തിക്കും ഒന്ന് മേടിക്കണം, അല്ലെങ്കിൽ ഒരു ഗേൾസിനുള്ള എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോണിൽ തപ്പി നോക്കി കിട്ടിയ ഒരു ബ്രാൻഡ് എടുത്ത് നേരെ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. അവൻ അതിന് തപ്പാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് ബ്ലൂ ലേഡിയൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലില്ലാത്ത ഏതെങ്കിലും വെറൈറ്റിയാണ് ഇപ്പോൾ തപ്പാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തപ്പിയപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇത് കിട്ടി കേട്ടോ. വെറൈറ്റി ആയിട്ട് കിട്ടിയപ്പോൾ നല്ല സ്മെല്ല് കണ്ടില്ലേ. ആ ഈ റിയാക്ഷനൊക്കെ കണ്ടറിയാം. നന്നായിട്ട് ആ സ്മെല്ലൊക്കെ അങ്ങ് എൻജോയ് ചെയ്തു. കാരണം നമുക്ക് മടുപ്പിക്കാത്ത, അല്ലെങ്കിൽ തലയ്ക്കൊക്കെ ഈ ഒരു കുത്തു പിടിക്കാത്ത സ്മെല്ലുകളൊക്കെയാണ്. നന്നായിട്ട് മൈൽഡായിരിക്കും, പക്ഷെ നല്ലോണം ലാസ്റ്റ് ചെയ്യും. നന്നായിട്ട് നമുക്കത് അടുത്ത് സ്മെല്ല് ചെയ്യുന്ന ഒരാൾക്ക് പോലും അത്ര ഒരു വിരസതയൊന്നും തോന്നിക്കാത്ത രീതിയിലാണ്. അപ്പോൾ ചെക്കൻ കൊച്ചിയേക്കനാണെങ്കിലും അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് തരും. നല്ല കിടിലിനായിട്ട് ഒക്കെ അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് പറഞ്ഞാൽ മാത്രം മതി. അന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ ഗൂഗിളിലെടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനത് തപ്പിയിട്ട് അതിൻ്റെ അടുത്തുള്ള ഏറ്റവും ഈക്വലൻ്റ് ആയിട്ടുള്ള സാധനം എടുത്ത് നമുക്കത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ 2-3 വെറൈറ്റിയൊക്കെ തപ്പിക്കൊണ്ട് ഇപ്പോൾ അവക്കുള്ള 2-3 കണ്ടുപിടിച്ചു. അപ്പോൾ ആ 2-3 മേടിച്ച് നമ്മൾ നൈസായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് ഇറങ്ങാൻ പോകണം. അപ്പോൾ നമ്മൾ ഇത്ര മേടിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപയായി കാണുമെന്നായിരിക്കും നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? എന്തായാലും നോർമലായിട്ട് ഇത്രയൊക്കെ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 500 രൂപയുടെ മുകളിൽ ആവുമല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഇത്ര സാധനം മേടിച്ചു, ഏകദേശം 7-8ഓളം സാധനങ്ങൾ മേടിച്ചു. 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചപ്പോൾ 8ഓളം സാധനങ്ങൾ മേടിച്ചു. 8ഓളം മേടിച്ചിട്ട് നമുക്ക് ആകെ വന്നിരിക്കുന്നത് 290 രൂപ മാത്രമാണ്. നമ്മളൊരു നോർമലായിട്ട് ഒരു ബോട്ടിൽ സ്പ്രേ മേടിക്കുകയാണെങ്കിൽ ഏകദേശം 300 രൂപയുടെ അടുത്ത്, നോർമലായിട്ട് നല്ലൊരു മീഡിയം ബ്രാൻഡിലുള്ളതാണെങ്കിൽ പോലും 300 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോഴും നമുക്ക് 290 രൂപ മാത്രമായിട്ടുള്ളൂ. ആ 290 രൂപയിൽ നമ്മളിനി അടുത്തൊരു 4 മാസത്തേക്ക് ഈ ഒരു വഴിക്ക് വരുന്നതായിരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചു. 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള യൂസ് ആയിട്ടുള്ള സാധനം മേടിച്ചു. അപ്പോൾ 2 പേരും ഹാപ്പിയാവും.
അപ്പോൾ നമ്മളിതേ ബില്ല് കൊടുത്ത് 290 രൂപ ബില്ല് കൊടുത്തു. നല്ല തിരക്കായതുകൊണ്ട് ഞാൻ പോയി ബില്ല് കൊടുത്തു. ബില്ല് കൊടുത്തിട്ട് ഇതേ നമ്മളിപ്പോൾ മേടിച്ച് നമ്മൾ ഹാപ്പി ആയി കേട്ടോ. നമ്മൾ നല്ല ഹാപ്പി ആയി. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇതേ നമ്മൾ നേരെ ഇറങ്ങാൻ പോകും കേട്ടോ. നേരെ വണ്ടി കുജു 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 നമ്മൾ വിടാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് കേട്ടോ നമ്മൾ രണ്ടുപേരുടെ സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചു. നമ്മൾ നല്ല ഹാപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഈ അത്രയൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.